തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ താമര വിരിയുമെന്ന് സ്വപ്നം കണ്ട ബി ജെ പിക്ക് തിരിച്ചടിയാവുകയാണ് ഉൾപാർട്ടി പോര്. പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക മുതൽ നേതാക്കളുടെ ആത്മഹത്യ വരെ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. രാജീവ് വിരുദ്ധ വിഭാഗങ്ങളും സ്ഥാനാർത്ഥികളുടെ പാലം വലിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ മുൻ സമുന്നത നേതാവ് പറഞ്ഞത് ബി ജെ പി ഒറ്റ സീറ്റിൽ പോലും ജയിക്കില്ല എന്നാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുമെന്ന അവകാശവാദത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയ ബി ജെ പിക്ക് തലസ്ഥാനത്ത് അടിമുടി തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രമുഖ നേതാക്കളുടെ ആത്മഹത്യ ബി ജെ പി തിരുവനന്തപുരം ജില്ലാ ഘടകത്തിനെ തകർത്തു കളഞ്ഞ സ്ഥിതിയാണ്. ആത്മഹത്യയുടെ കാരണം തേടുമ്പോൾ അവ ബി ജെ പി RSS നേതൃത്വത്തിനെതിരെ വരുന്നത് പ്രതിരോധിക്കാൻ പാർട്ടിക്കാകുന്നുമില്ല. പാർട്ടിക്കുള്ളിൽ അദൃശ്യമായ ഗ്രൂപ്പ് പോര് ബി ജെ പിയുടെ തിരുവനന്തപുരം താമര സ്വപ്നങ്ങളെ കരിച്ചു കളയുമെന്നാണ് വ്യക്തമാകുന്നത്. 2 മാസത്തിനിടയിലുണ്ടായ 2 ആത്മഹത്യകൾ വ്യക്തിപരമായ കാരണങ്ങളാലല്ല എന്നത് തന്നെയാണ് ബി ജെ പിയെ വെട്ടിലാക്കുന്നത്. തികച്ചും രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളും പ്രസ്ഥാനത്തിനുള്ളിലെ പോരുമാണ് 2 ബി ജെ പി പ്രവർത്തകർ ജീവനൊടുക്കിയതിന് പിന്നിലെന്ന് പകൽ പോലെ വ്യക്തമാകുമ്പോൾ അണികളോടും തങ്ങൾക്ക് മുകളിലുള്ള നേതൃത്വത്തോടും ഉത്തരം പറയാനാകാതെ ഒളിച്ചിരിക്കാൻ താമരപ്പാടം തേടി പോകേണ്ട സ്ഥിതിയിലാണ് തിരുവനന്തപുരം ഘടകം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കൗൺസിലറും പ്രാദേശിക നേതാവുമായിരുന്ന കെ അനിൽകുമാറിന്റെ ആത്മഹത്യ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ആണ് ഉണ്ടായതെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ അനിൽകുമാറിന്റെ മരണം ബി ജെ പിയെ ഇനി എത്ര തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാലും വേട്ടയാടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അനിൽകുമാറിന് പിന്നാലെ സ്ഥാനാർത്ഥിത്വം നൽകാത്തതിന്റെ പേരിൽ തൃക്കണ്ണാപുരം വാർഡിൽ ബി ജെ പി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തെ അടിയായി മാറി. സ്ഥാനാർത്ഥിയായി ബി ജെ പി നേതൃത്വം പരിഗണിച്ചിരുന്ന ആനന്ദ് തമ്പിയാണ് സീറ്റ് കിട്ടാതെ വന്നതോടെ ജീവനൊടുക്കിയത്. അനിൽകുമാറിന്റെ ആത്മഹത്യയുടെ ആഘാതവും തിരിച്ചടിയും ഉണ്ടാക്കിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമ്പോഴായിരുന്നു ആനന്ദിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലും തിരക്കുകളിലും അനിൽകുമാറിന്റെ ആത്മഹത്യയുടെ കാര്യകാരണങ്ങളും ചർച്ചയും നിലയ്ക്കുമെന്ന് തിരുവനന്തപുരം ഘടകം കണക്കുകൂട്ടിയിരിക്കുമ്പോഴാണ് സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ തലസ്ഥാനം മറ്റൊരു ബി ജെ പി പ്രവർത്തകന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഇതോടെ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പി തന്റെ ആത്മഹത്യാ കുറിപ്പിൽ ബി ജെ പി RSS നേതൃത്വത്തിനെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നത് എളുപ്പത്തിൽ തള്ളിക്കളയാനാവാത്ത വിഷയമാണ്. ആനന്ദ് കുറിച്ചിട്ട ആ ആരോപണങ്ങൾ തന്നെയാകും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. ആനന്ദിനെയും അനിൽകുമാറിനെയും മരണത്തിലേക്ക് എത്തിച്ചത് പാർട്ടിയാണ് എന്ന ആരോപണം അണികൾക്കിടയിൽ ശക്തവുമാണ്. ഇത് പാർട്ടിയിൽ വ്യക്തമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇവർ പരസ്പരം ഇങ്ങനെ പടവെട്ടാൻ കച്ചകെട്ടി വാളുമേന്തി നിൽക്കുന്ന പാർട്ടിക്കകത്തെ ഗ്രൂപ്പുകൾക്ക് സംസ്ഥാന നേതൃത്വത്തെ വെട്ടിത്തിരിയാൻ അല്ലെങ്കിൽ വെട്ടി അരിയാൻ വേണ്ടുന്ന ഒരു സമയം കിട്ടിയ ഒരു നല്ല അവസരം. അതാണ് തങ്ങളുടെ 2 പ്രവർത്തകരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ബി ജെ പി നേതാക്കളിൽ ചിലർക്ക് മണ്ണ് മാഫിയയുമായി ബന്ധമുണ്ട് എന്ന് ആനന്ദ് ആരോപിച്ചിട്ടുണ്ട്. തലസ്ഥാനത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളിലേക്ക് ബി ജെ പി നേതാക്കളുടെ ബന്ധം നീളുന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ആനന്ദ് അതിലൂടെ തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ബിസിനസ്സിലേക്ക് തലസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ കരുക്കൾ നിൽക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയാണ് ആനന്ദ് അവസാന യാത്ര പറഞ്ഞതും. ബി ജെ പി നേതൃത്വവുമായി ആനന്ദിന് പല കാര്യങ്ങളിലും അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇത് എത്ര പേരെ അല്ലെങ്കിൽ ഏതറ്റം വരെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു കോർപ്പറേഷൻ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ മാത്രം ആനന്ദ് ആത്മഹത്യ ചെയ്യുമോ എന്ന ചോദ്യം ചിലരെങ്കിലും ഉന്നയിക്കുന്നതും അതുകൊണ്ടാണ്. പാർട്ടി നേതൃത്വവുമായിട്ട് ആനന്ദിന് മറ്റെന്തെങ്കിലും ഗുരുതര പ്രശ്നം ഉണ്ടായിരുന്നുവോ എന്നതാണ് ബാക്കി നിൽക്കുന്ന സംശയം എന്ന് പറയപ്പെടുന്നത്. ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ പരസ്യമായി ചോദിക്കുന്നുമുണ്ട്. സീറ്റ് നിഷേധിച്ചു എന്ന ആരോപണത്തെ പാർട്ടി ജില്ലാ ഘടകവും എതിർക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആനന്ദ് തമ്പിയെ മത്സരിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നില്ല എന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. എങ്കിലും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ അതെന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളും ആഘോഷങ്ങളും ആഘാതങ്ങളും ഒക്കെ അവസാനിച്ച ശേഷമേ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിൽകുമാറിന്റെയും ആനന്ദിന്റെയും ആത്മഹത്യകളുടെ കാര്യകാരണങ്ങൾ തേടി അകത്തളങ്ങളിലേക്ക് കടന്നാൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന പ്രതിബിംബങ്ങളും പല ബിംബങ്ങളും ഉടയുമെന്നതുകൊണ്ട് അതിലേക്ക് അധികം കടക്കാൻ പാർട്ടി തയ്യാറാവില്ല എന്നുള്ളതാണ്. സെപ്റ്റംബർ 20 തിരുമലയിലെ ബി ജെ പി നേതാവും തിരുമല കൗൺസിലറുമായിരുന്ന കെ അനിൽകുമാർ പാർട്ടി ഓഫീസിൽ ആത്മഹത്യ ചെയ്തത്. ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്ക് സാമ്പത്തിക ബാധ്യതകളാൽ തകർന്നിരുന്നു.
ഇതിൽ പാർട്ടി ഇടപെട്ടില്ല എന്നായിരുന്നു അനിൽകുമാറിന്റെ ആരോപണം. BJP നേതാക്കൾക്കെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് അനിൽകുമാർ അന്ന് ആത്മഹത്യ ചെയ്തത്. ഇത് തിരുവനന്തപുരത്തെ BJP പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷമുണ്ടാക്കിയ സംഭവമായിരുന്നു. നേതൃത്വം കൃത്യസമയത്ത് ഇടപെട്ടില്ല എന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. ആനന്ദ് തമ്പിക്ക് BJPയുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പാർട്ടിയിലെ ആനന്ദിന്റെ സുഹൃത്തുക്കൾക്കും പ്രവർത്തകരിൽ നിരവധി പേർക്കും കടുത്ത എതിർപ്പുണ്ടാക്കി. ആനന്ദ് തമ്പി ശിവസേന പ്രവർത്തകനായിരുന്നുവെന്നാണ് BJP നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രചരണം. എന്നാൽ RSS പ്രവർത്തകനായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയപ്പെടുന്നത്. RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ് ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് ആനന്ദ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അയച്ച ആത്മഹത്യാ കുറിപ്പിൽ ആരോപിക്കുന്നത്. ഇത് BJP നേതൃത്വത്തിന് ഉത്തരം പറയാനാകാത്ത സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് കിട്ടിയില്ല എങ്കിൽ പാർട്ടി മാറുന്നതും സ്വതന്ത്രനോ വിമതനോ ആയി മത്സരിക്കുന്നതുമെല്ലാം കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കാണുന്ന പതിവ് കാഴ്ചകളാണ് എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ല എന്ന വിഷമത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ അതിരൂക്ഷമാക്കാൻ ഈ രണ്ടു മരണങ്ങളും ഇടയാക്കിയിട്ടുണ്ട് എന്ന് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസം BJPക്ക് തിരുവനന്തപുരത്ത് കനത്ത ആഘാതമുണ്ടാക്കുമെന്നാണ് സൂചന. BJPക്കുള്ളിലെ പല ഗ്രൂപ്പുകൾ പരസ്പരം എങ്ങനെ പണി കൊടുക്കുമെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് പണി കൊടുക്കാമെന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിച്ച് തെരഞ്ഞെടുപ്പിൽ അത് നടപ്പാക്കുമെന്നുള്ളതാണ് അണിയറ വർത്തമാനം എന്ന് പറയപ്പെടുന്നത്. സംസ്ഥാന നേതൃത്വത്തോട് മനസ്സുകൊണ്ട് എതിർത്തും അങ്ങനെ എതിർത്ത് നിൽക്കുന്നവർ വലിയൊരു വിഭാഗം തന്നെ BJPയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് കിട്ടിയ വലിയ നല്ലൊരു അവസരമാണ് ഏകാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന സംസ്ഥാന നേതൃത്വത്തെ പാഠം പഠിപ്പിക്കുക എന്നത്. ആ പാഠം അവർ പഠിപ്പിക്കുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സൂചനകളും വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന സ്വപ്നം താമരക്കുളത്തിൽ തന്നെ മുക്കിത്താഴ്ത്തേണ്ടി വരുമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പ്രാദേശിക വികാരം നോക്കാതെയുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയം എന്ന് പറയപ്പെടുന്ന കടുത്ത എതിർപ്പ് പല സ്ഥലങ്ങളിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ള വികാരം വോട്ടിൽ കാണിച്ചു കൊടുക്കാമെന്ന് പല കോണുകളിൽ നിന്നും തീരുമാനമായി തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. രണ്ട് ആത്മഹത്യകളുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ സംസ്ഥാന നേതൃത്വം പാടുപെടുമ്പോൾ ഈ നിലപാടിനെതിരെ പ്രാദേശിക നേതൃത്വങ്ങളും പ്രവർത്തകരും എതിർസ്വരമുയർത്തുന്നുണ്ട്. ഇവിടെ കോൺഗ്രസും CPM-ഉം നമുക്കറിയാം, കോൺഗ്രസും CPM ഈ രണ്ട് BJP പ്രവർത്തകരുടെ ആത്മഹത്യകളും തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞാലും രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി BJPക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകളാണ് ഉണ്ടായത്. മത്സരഫലത്തെ അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകരും നേതാക്കളിൽ ഒരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത്. ആർക്കൊക്കെയോ വേണ്ടപ്പെട്ടവരെ മത്സര രംഗത്തിറക്കിയിരിക്കുകയാണ് എന്നും പ്രാദേശിക വികാരം കണക്കിലെടുത്തിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായിട്ട് തെരഞ്ഞെടുപ്പിനും എത്രയോ നേരത്തെ അതിനു മുൻപ് തന്നെ BJP നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അതാണിപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും പരാജയമാകാം തിരുവനന്തപുരം കിട്ടാതെ പോയാൽ ആ തോൽവിയെ പാർട്ടിയിൽ എതിർ ഗ്രൂപ്പുകാർ വിലയിരുത്തുക. അതിനാണ് അവർ കാത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന BJP അധ്യക്ഷൻ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പ് വലിയൊരു കടമ്പയാണ്. തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന അവകാശവാദം സുരേഷ് ഗോപി ഉന്നയിക്കുന്നുണ്ട് എങ്കിലും അതും നടക്കാനിടയല്ലാത്ത സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വലിയൊരു സ്വപ്നവുമായാണ് ഇത്തവണ BJP കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത്. എന്നാൽ അടിതെറ്റി കളം പതറി തെരഞ്ഞെടുപ്പ് വലിയൊരു ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ് BJPക്ക് ഇപ്പോൾ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ താമര സ്വപ്നത്തിന് തിരിച്ചടിയായിരിക്കുകയാണ് ഉൾപാർട്ടി പോരും ആത്മഹത്യകളും. അങ്ങനെ മാറുമ്പോൾ BJP കടുത്ത ആശങ്കയിലാണ്. തമ്മിലടിയും പാലം വലിക്കലും അടിയൊഴുക്കും ശക്തമാവുകയാണ് തലസ്ഥാന BJPയിൽ. രാജീവ് ചന്ദ്രശേഖറിനെ പദവിയിൽ നിന്നും തെറിപ്പിക്കുവാനുള്ള നീക്കവും ശക്തമായി നടക്കുന്നുണ്ട്. ഒറ്റ സീറ്റിലും BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കില്ലെന്ന ശപഥമെടുത്താണ് മറുവിഭാഗം മുൻനിര നേതാക്കളുടെ പ്രവർത്തനവും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച